ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നൈക്ക ഹോളുമായിട്ടാണ്. ഇപ്പം നൈക്കയിൽ സമ്മർ സെയിൽ നടക്കുകയാണ്. അപ്പം നമുക്ക് പ്രൊഡക്റ്റുകളൊക്കെ നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ടൈമാണ് കേട്ടോ. 9-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് സെയിൽ നടക്കുന്നത്. നൈക്ക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിങ്ക് സമ്മർ സെയിലും പിങ്ക് ഫ്രൈഡേ സെയിൽ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് സെയിൽ നടത്താറുണ്ട്. അപ്പം ഞാനും കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കാർട്ടിൽ എടുത്തിട്ട് വെക്കും. ഇതുപോലെ സെയിൽ വരുമ്പോഴാണ് വാങ്ങാറുള്ളത്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓഫറിൽ കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ വാങ്ങിയതിലും നല്ല രീതിയിൽ പ്രൈസ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പം ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. പിന്നെ കൂടാതെ നൈക്കി എനിക്ക് 2 ഗിഫ്റ്റും കൂടെ അയച്ചിട്ടുണ്ട്. ഒന്ന് എനിക്ക് പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ ഫ്രീ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഒന്ന് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ. മൂന്നാമത്തെ തവണയാണ് നൈക്കയിൽ നിന്ന് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടുന്നത്. 3 വർഷമായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാം തന്നെ നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. നേരത്തെ മുതലേ നൈക്കയിൽ നിന്ന് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുന്ന ആളാണ്. പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു നൈക്ക എങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റ് അയക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ ആരോ യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് നൈക്ക ബർത്ത്ഡേ ഗിഫ്റ്റ് അയക്കുമെന്ന്. ഞാനിത് പറയുന്നത് ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ നമ്മുടെ ബർത്ത്ഡേ മന്തും ഡേയും നൈക്കയുടെ ആപ്ലിക്കേഷന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അവർ കറക്റ്റായിട്ട് നമ്മുടെ ബർത്ത്ഡേ മന്ത് ഏതാണോ ആ സമയം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അതിന് മുന്നത്തെ മാസമോ അത് കഴിഞ്ഞുള്ള മാസമോ ആ മാസമോ നമ്മൾ പർച്ചേസ് ചെയ്തെങ്കിൽ നമുക്ക് നൈക്കയുടെ ഭാഗത്തുനിന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടും കേട്ടോ. ഈ തവണ ഞാൻ പർച്ചേസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആണ് എനിക്ക് ഞാൻ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നൈക്കയുടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമുക്ക് അറിയാതെ തന്നെ അവർ അയക്കും. നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ കൂടെ അയക്കും. നമുക്ക് എന്താ പ്രൊഡക്റ്റ് എന്ന് കാണാൻ പറ്റത്തില്ല. കൈ കിട്ടിക്കഴിയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും കേട്ടോ. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ എനിക്ക് പിന്നെ കെ ബ്യൂട്ടിയുടെ ഐ ഷാഡോ സ്റ്റിക്ക് ആയിരുന്നു കേട്ടോ. ഇത്രയുള്ള ഐ ഷാഡോ സ്റ്റിക്കായിരുന്നു. നല്ല പ്രൊഡക്റ്റ് അല്ലേ കെ ബ്യൂട്ടി. അതിൻ്റെ ഷിമ്മർ ഐ ഷാഡോ സ്റ്റിക്കായിരുന്നു. കഴിഞ്ഞ തവണ വന്ന് എനിക്ക് 250 ml മറ്റുള്ള ഇത്രയുള്ള ബോഡി ലോഷനാണ് കേട്ടോ കിട്ടിയത്. അതും ഞാൻ യൂസ് ആക്കി തീർത്തു കേട്ടോ. അപ്പോൾ ഈ തവണയും നല്ല ഗിഫ്റ്റ് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാവേ. ഇതാണ് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിച്ച പ്രൊഡക്ട്സുകൾ. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഡീകൺസ്ട്രക്റ്റിൻ്റെ ലൈറ്റ് വെയ്റ്റ് ജെൽ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഞാൻ ഇതിൽ കൂടുതലായിട്ട് വാങ്ങിച്ചേക്കുന്ന സൺസ്ക്രീൻസ് ആണ്. എനിക്ക് എപ്പോഴും ഡെയിലി ബേസിൽ ആവശ്യമുള്ള സാധനമാണ് സൺസ്ക്രീൻ. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ വാങ്ങിച്ചേക്കുന്ന സൺസ്ക്രീൻ ആണ് കേട്ടോ. ഫസ്റ്റ് തവണയാണ് ഞാൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അത് സൺസ്ക്രീൻ ഒരുപാട് പേര് ഇത് റിവ്യൂ ചെയ്തിട്ട് നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് വാങ്ങാമെന്ന് കരുതി വാങ്ങിയതാണ്. ഇത് വന്ന് SPF 55+ ഉണ്ട്, PA 3+ ഉണ്ട് കേട്ടോ. ഇത് വന്ന് നോർമൽ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, ഓയിലി സ്കിന്നിനൊക്കെ നല്ല രീതിയിൽ പോവേ. പിന്നെ ഇതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ചെയ്യാം. പ്രൊഡക്റ്റിൻ്റെയൊക്കെ പ്രൈസ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. 3-4-5 ഉള്ളതുകൊണ്ട് എല്ലാം മറന്നു പോകും, പറഞ്ഞാലും തെറ്റിപ്പോകും. അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാവേ. പിന്നെ ഇതിൻ്റെ എല്ലാം പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അടുത്തത് വന്ന് ഇതൊരു സൺസ്ക്രീൻ ആണ്. ഇത് ഡോട്ട് ആൻഡ് ഗീയുടെ വാട്ടർമെലൺ സൺസ്ക്രീൻ ആണ്. ഇത് ഒരുപാട് ഹൈപ്പിൽ നിൽക്കുന്ന സൺസ്ക്രീൻ ആണ് കേട്ടോ. ഒരുപാട് പേര് റിവ്യൂ ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് കുറേ നാളായിട്ട് ഞാൻ വാങ്ങണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരുവിധ സൺസ്ക്രീൻ എല്ലാം തീർന്നു. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിയതാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെയും ഈ വാട്ടർമെലൻ്റെ ഈ സൺസ്ക്രീനുവേ. ഇത് വന്ന് SPF 50 ഉണ്ട്, PA 4+ ഉണ്ട്. ഇതും യൂസ് ആക്കുന്നത് ഓയിലി കോമ്പിനേഷൻ നോർമൽ സ്കിന്നാണ്. ഇത് അധികം യൂസ് ആക്കാൻ പറ്റുന്നത്. ഡോട്ട് ആൻഡ് ഗീക്ക് ഇത് മാത്രമല്ല അവരുടെ കയ്യിൽ പല പല വേരിയൻസ് ഉണ്ട് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ സൺസ്ക്രീനും അവരുടെ കയ്യിലുണ്ട്. ഇങ്ങനെയാണ് ഇതുണ്ടാവുക. ഇതൊക്കെ ഞാൻ യൂസ് ആക്കിയിട്ട് റിവ്യൂ ചെയ്യാം കേട്ടോ. ഇത് ഹൈലറോണിക് ആസിഡ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. വാട്ടർമെലൻ കൂളിംഗ് സൺസ്ക്രീൻ അങ്ങനെ ഇത് പറയാം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ഒരുപാട് റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ ചെയ്യാവേ. അടുത്തതും ഒരു സൺസ്ക്രീൻ ആണ്. ഇത് വന്ന റീക്കോളിൻ്റെ സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഞാനൊരു 3-3.5 വർഷമായിട്ട് തുടർച്ചയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ ആണിത്. ആദ്യം ഒരു 1-1.5 വർഷം ഞാൻ വേറെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് വാങ്ങിയപ്പോൾ ഇത് തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞാൻ ഇത് മാറ്റിയിട്ടില്ല. ഇതെപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവും. പിന്നെ ഇത് ഇച്ചിരി പ്രൈസിയാണ്. അന്നൊക്കെ 790
720 ആ റേറ്റിലൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 695 മറ്റാന്ന് തോന്നുന്നു. പിന്നെ ഇത് ഇച്ചിരി പ്രൈസി ആയതുകൊണ്ട് ഡെയിലി ബേസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ അറിയാമല്ലോ പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ റേറ്റ് വീട്ടിലൊക്കെ ഇരിക്കുമ്പം നമ്മൾ അധികം ഒരുപാട് പ്രൊട്ടക്ഷൻ വേണ്ടല്ലോ, അതുകൊണ്ട് അത്യാവശ്യം പ്രൊട്ടക്ഷൻ വേണം, തീർത്ത് വേണ്ട എന്നല്ല, എന്നാലും നമ്മൾ വീടിനുള്ളിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങനെ റേറ്റ് കുറഞ്ഞ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല സൺസ്ക്രീൻ നോക്കി ഞാൻ വാങ്ങിച്ച് യൂസ് ആക്കാറുണ്ട്. പിന്നെ ഞാൻ ഇതിന് മുന്നേയും വേറെ സൺസ്ക്രീൻസിനെ കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാവേ. പിന്നെ ഈ റീക്കൽ എന്ന സൺസ്ക്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കേ. പിന്നെ ഈ സൺസ്ക്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു പ്രൊട്ടക്ഷൻ നൽകുന്ന സൺസ്ക്രീനാണ്. പിന്നെ ഇത് ജെൽ ബേസ് സൺസ്ക്രീൻ ആണ് കേട്ടോ. പിന്നെ കോമ്പിനേഷൻ സ്കിന്ന്, ഓയിലി സ്കിന്ന്, നോർമൽ സ്കിന്നൊക്കെ നല്ല രീതിയിൽ പോകും. ഡ്രൈ സ്കിന്നിന് അത്ര നല്ല രീതിയിൽ പോകുമെന്ന് അറിയത്തില്ല, കാരണം ഒരു മാറ്റ് ഫിനിഷാണ് ഇതിന് തരുന്നത്. ഇതൊരു പ്രൈമർ ലുക്കാണ് ഇത് ഉണ്ടാവുക. ഇത് വന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീനാണ്. ഇപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് എപ്പോഴും കാണുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ വീട്ടിൽ ഡെയിലി ബേസിൽ അങ്ങനെ യൂസ് ആക്കാറില്ല, പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ട്. നല്ല റേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ സൺസ്ക്രീൻ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുമ്പോൾ തീർന്നു പോകാറുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇത് അധികം യൂസ് ആക്കുന്ന പുറത്തൊക്കെ പോകുമ്പോഴാണ്. കാരണം ഇത് 6 മണിക്കൂർ പ്രൊട്ടക്ഷൻ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അത് പുറത്തൊക്കെ പോയി കുറച്ചധികം നേരം നമ്മൾ നിൽക്കുവാണെങ്കിൽ ഇത് നല്ലൊരു സൺസ്ക്രീൻ ആട്ടോ. നമുക്ക് റീഅപ്ലൈ ഒക്കെ ചെയ്യാൻ പുറത്ത് പോകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് ഇതിട്ടിട്ട് പുറത്ത് പോകും. ഇത് 6 മണിക്കൂറുണ്ട്. ബാക്കി നമ്മൾ ഏത് സൺസ്ക്രീൻ ഇട്ടാലും ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ടി വരും. ഇതൊരു 6 മണിക്കൂർ പ്രൊട്ടക്ഷൻ നൽകുവേ. അതുകൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ നല്ല സൺസ്ക്രീൻ. അപ്പോൾ ഇത് അധികം ഞാൻ പുറത്ത് പോകുമ്പോഴാണ് ഇടുന്നത്. ബാക്കി ഞാൻ ഇതുപോലെ വാങ്ങുന്ന സൺസ്ക്രീനൊക്കെ വീട്ടിലിരിക്കുമ്പം യൂസ് ആക്കാറുണ്ട്. ഇത് പുറത്ത് പോകുമ്പോഴും ഇടാറുണ്ട്. പെട്ടെന്നൊക്കെ പോയിട്ട് തിരിച്ചു വരുമോ 2 മണിക്കൂർ 3 മണിക്കൂറിൽ നമ്മൾ തിരിച്ചു വരുന്നതാണെങ്കിൽ അത് ഇട്ടുകൊണ്ട് പോകും. അല്ല ലോങ് ടൈമിലാണ് പോകുന്നതെങ്കിൽ ഞാൻ ഇതാ യൂസ് ആക്കുന്നത് കേട്ടോ. അടുത്തത് വന്ന് സിസ് ബ്യൂട്ടിയുടെ ഐലൈനറാണ് കേട്ടോ. ബ്ലാക്ക് ഐലൈനറാണ്, ലിക്വിഡ് ഐലൈനറാണ്, സ്കെച്ച് ടൈപ്പാണ് കേട്ടോ, പെൻ ഐലൈനറാ. ഇത് ഒരുപാട് പേര് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. ഞാനും വാങ്ങിയത്. ഇതിങ്ങനെ പെൻ ടൈപ്പിലാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് വന്ന് ഞാൻ യൂസ് ആക്കി കേട്ടോ. ഞാൻ ഇത് ഉപയോഗിച്ചു, 2 തവണ ഉപയോഗിച്ചു. ഇങ്ങനെയാണ് ഈ ഐലൈനർ ഉണ്ടാവുക. വാട്ടർ പ്രൂഫും ജെറ്റ് ബ്ലാക്കും ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വിങ് ലൈനർ ഒക്കെ എഴുതുന്നവർക്ക് ഈ പ്രൊഡക്റ്റ് നല്ലതാണ്. എനിക്ക് വേറെയുള്ള ഐലൈനർ വെച്ച് വിങ് ലൈനർ വരയ്ക്കുന്നതിലും ഇതുപോലെ സ്കെച്ച് ടൈപ്പ് ആകുമ്പോൾ ഒന്നുകൂടെ നല്ല രീതിയിൽ ഡിഫൈൻ ആയിട്ട് കിട്ടും കേട്ടോ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്കെച്ച് വാങ്ങിയത്. നല്ല ലക്ഷറി പാക്കേജിങ്ങൊക്കെയാണ്. പിന്നെ നിങ്ങൾ സ്കെച്ച് ടൈപ്പൊക്കെ യൂസ് ആക്കുന്നവരാണെങ്കിൽ ഇത് എടുത്തിട്ട് നല്ല രീതിയിൽ ക്യാപ്പ് അടയ്ക്കാൻ മറന്നു പോകരുത്. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ശരിക്കും അത് ലോക്ക് വീണിട്ടില്ലായിരുന്നില്ല. അങ്ങനെ വെച്ചിട്ട് പോയിട്ട് എനിക്ക് ആ സ്കെച്ച് ചുമ്മാ പോയി കേട്ടോ. നല്ല പ്രൊഡക്റ്റ് ഉള്ള സാധനമായിരുന്നു, അത് ചുമ്മാ പോയി. അങ്ങനെ സ്കെച്ച് ഉണങ്ങി പോവും. അത് കഴിഞ്ഞ് നമുക്കിത് വരയ്ക്കുമ്പോൾ ഇത് പ്രൊഡക്റ്റ് ഇങ്ങോട്ട് വരികയില്ല. അടുത്തത് വന്ന് ഇബ കോസ്മെറ്റിക്കിൻ്റെ ഫോട്ടോ പെർഫെക്റ്റ് HD ഫേസ് പ്രൈമർ ആണ് കേട്ടോ. ഇത് വന്ന് ഒരു ജെൽ ബേസ് പ്രൈമറാണേ. ഇങ്ങനെ ഉണ്ടാവുക, ജെൽ ബേസ് ആണ് ഇത്. ഓപ്പൺ പോഴ്സ് ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു പ്രൈമറാണേ. നമ്മുടെ ഓപ്പൺ പോഴ്സിനെയൊക്കെ ഒന്ന് ബ്ലർ ആക്കുന്ന പോലെ തോന്നും. പിന്നെ ഞാൻ പൊതുവെ ജെൽ ബേസ് പ്രൈമറാണ് അധികം യൂസ് ആക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബ്ലൂ ഹെവൻ്റെ ഇതുപോലെ ജെൽ ബേസ് പ്രൈമർ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെനിക്ക് നല്ലതായിരുന്നു കേട്ടോ. അത് ഞാനൊരു 3-4 ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വേറെ മാറി വാങ്ങാമെന്ന് കരുതിയാണ് ഇത് വാങ്ങിയത്. ഇത് ഇപ്പോൾ കഴിഞ്ഞ മന്തിൽ ഞാൻ ഇതുപോലെ നൈക്കയുടെ പ്രൈമർ തീരാറായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നൈക്കയുടെ പ്രൈമർ വാങ്ങി. അതെനിക്ക് കുഴപ്പമൊന്നുമില്ല, ജെൽ ബേസ് ഒക്കെയാണ്. പക്ഷേ ഇട്ട് കഴിഞ്ഞ് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ സാധാരണ പ്രൈമർ ഉപയോഗിക്കുന്നത്. അപ്പം ഇട്ട് കഴിഞ്ഞ് അടുത്ത പ്രൊഡക്റ്റ് ലെയർ ചെയ്യുമ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മൾ ബ്ലെൻഡ് ആക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പിരിപിരാന്ന് ഉരുണ്ടിളകി വരിക. ഇനി എനിക്ക് മാത്രമാണോ എല്ലാവർക്കും ആ പ്രൊഡക്റ്റ് അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രൊഡക്റ്റുകൾ ഇടാൻ പാടാണ് കേട്ടോ. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത്. ഇതിന് ഉപയോഗിച്ചിട്ട് ഞാൻ പറയാവേ. അടുത്തത് വന്ന മാഴ്സിൻ്റെ വെറ്റ് വൈപ്സ് ആണ് കേട്ടോ. ഇത് കോംബോ ഓഫറാണ്. ഒരെണ്ണത്തിന് 79 രൂപ മറ്റോ അങ്ങനെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. 25 വൈപ്സ് ഉണ്ട്. ഇതിന് മുന്നേ ഇവർക്ക് ആകെ 4 വേരിയൻ്റ് ആണ് ഈ മോഡലിലുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുന്നേ 2 ഞാൻ വാങ്ങിച്ച് യൂസ് ആക്കിയിട്ടുണ്ട്. ഇത് വന്ന്
ഐസ് എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റും പിന്നെ ലെമൻ്റെ വേരിയൻറ്റുമാണ്. ഇതിന് മുന്നേ ഞാൻ വാങ്ങിച്ച് യൂസ് ആക്കിയത് വാട്ടർമെലനും പിന്നെ ആലുവേര ജെല്ലിൻ്റെ ആയിരുന്നു കേട്ടോ. അത് രണ്ടും എനിക്ക് നല്ലതായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇത് റീപർച്ചേസ് ചെയ്തത്. അടുത്തത് വന്ന് ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. മജസ്റ്റിക് ദ എവരിഡേ ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. ഇത് 4 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ബ്രാൻഡ് ഞാൻ വാങ്ങുന്നത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പെർഫോമൻസ് ഒന്നും അറിയത്തില്ല. ഇത്രയും വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. സാധാ ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ വലിപ്പമുണ്ട്. നനച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നനച്ചാണല്ലോ യൂസ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാവും. അത്യാവശ്യം സോഫ്റ്റ് ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഹാർഡൊന്നുമില്ല കേട്ടോ. ഞാൻ യൂസ് ആക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അടുത്തത് വന്ന് എം കഫീൻ്റെ അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ കറൻലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് തീരാറായിട്ടുണ്ട്, അതുകൊണ്ട് റീപർച്ചേസ് ചെയ്തതാണ് കേട്ടോ. എം കഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ഇവരുടെ പ്രൊഡക്റ്റുകൾ യൂസ് ആക്കിയിട്ടുണ്ട്. സ്ക്രബായിട്ടും ബോഡി സ്ക്രബൊക്കെ ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. ഇവരുടെ അണ്ടർ ഐ ക്രീം ഞാൻ ഒരു 2 വേരിയൻറ്റ് മറ്റോ വേറെ ഞാൻ വാങ്ങിച്ച് യൂസ് ആക്കിയിട്ടുണ്ട്. അതെല്ലാം തന്നെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതും ഇപ്പോൾ എനിക്കിഷ്ടമാണ്. സാധാരണ ഞാൻ അണ്ടർ ഐ ക്രീം വാങ്ങുമ്പം അധികവും ഞാൻ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ആപ്ലിക്കേറ്ററാണ് കേട്ടോ. മിക്ക ഇപ്പോൾ എല്ലാ അണ്ടർ ഐ ക്രീമിൻ്റെ തുമ്പത്ത് ഇങ്ങനെ ഒരു ആപ്ലിക്കേറ്റർ ഉണ്ടാവും. അപ്പോൾ സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ ആപ്ലിക്കേറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു റീഫ്രഷിങ് പിന്നെ കണ്ണിന് കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ രാവിലെയൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഞാൻ അധികവും വാങ്ങാറ്. പിന്നെ നമ്മൾ ഏതൊക്കെ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്താലും നമ്മുടെ ഉറക്കവും പിന്നെ സ്ക്രീനിങ് ടൈമൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട്. എനിക്ക് നേരത്തെ മുതലേ അണ്ടർ ഐ ഡാർക്ക്നെസ് ഉള്ള ആളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ മുതലേ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു അണ്ടർ ഐ ക്രീം യൂസ് ആക്കാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഓർത്തിരുന്നത് ഇത് തേക്കുമ്പോൾ മാറും, പക്ഷേ ഇത് തേച്ചുകൊണ്ട് തീർത്ത് മാറുകയില്ല. പിന്നെ നമുക്ക് കുറച്ചൊക്കെ മാറ്റാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഉറക്കവും സ്ക്രീനിങ് ടൈമൊക്കെ അനുസരിച്ചിരിക്കും ഇത് പൂർണ്ണമായിട്ട് മാറണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പം ഇപ്പം എനിക്ക് മനസ്സിലായി, നമ്മളെ ഉറക്കവും ഇതൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ അണ്ടർ ഐ ഡാർക്ക്നെസ്. അതൊക്കെ കറക്റ്റായിട്ട് നോക്കിയാൽ നമുക്ക് കുറേയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. പക്ഷെങ്കിൽ പിന്നെ അതൊന്നും ശരിയായില്ലെങ്കിൽ ഇത് മാറത്തുമില്ല. എത്ര ക്രീമൊക്കെ നമ്മൾ യൂസ് ആക്കിയാലും ഇത് മാറുകയില്ല. പിന്നെ ഞാനിതിപ്പം കണ്ടിന്യൂസ്ലി യൂസ് ആക്കുന്നത് നമ്മുടെ ഏജ് മുന്നോട്ട് പോകുന്തോറും നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ഡ്രൈനെസ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് നമുക്ക് മാറ്റിക്കിട്ടാൻ സാധിക്കും. ഒരു മോയ്സ്ചർ എപ്പോഴും ഉള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറുതായിട്ട് റിങ്കിളൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ കുറച്ചൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ രാവിലെ എണീറ്റ് ഇത് വെച്ചൊന്ന് മസാജ് ചെയ്ത് കഴിയുമ്പോൾ കണ്ണിനൊരു ഫ്രഷ് ലുക്ക് കിട്ടുന്ന പോലെ ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അതെനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ച് യൂസ് ആക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അണ്ടർ ഐ ക്രീം ഉപയോഗിച്ചിട്ട് എനിക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ ഈ കൺപീലി ഉണ്ടല്ലോ, ഈ പീലി ഇച്ചിരി അധികം വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ അണ്ടർ ഐ ക്രീം. ഇതിപ്പം ഞാൻ യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഈ സെയിം സാധനം തന്നെ കേട്ടോ. ഇതിന് ഇങ്ങനെ ഒരു ആപ്ലിക്കേറ്ററാണ് ഉള്ളത്. ഇങ്ങനെ ഞെക്കുമ്പോഴത്തേക്കും പ്രൊഡക്റ്റ് ഇങ്ങനെ ചാടി വരും. എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പം നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് വെച്ച് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ രാവിലെയാണ് നമ്മൾ അധികം ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് തോന്നും, ഒരു കണ്ണിനൊരു റീഫ്രഷിങ് ലുക്കൊക്കെ തോന്നും കേട്ടോ. ഇത് ഞാൻ നൈറ്റ് യൂസ് ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. എനിക്ക് നല്ല പ്രൊഡക്റ്റായിട്ടാണ് തോന്നി, അതുകൊണ്ടാണ് ഞാൻ റീപർച്ചേസ് ചെയ്തത്. അടുത്ത 2 പ്രൊഡക്റ്റാണ് എനിക്ക് നൈക്കിയിൽ നിന്ന് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു പ്ലമ്മിൻ്റെ സിക്ക ആൻഡ് ഹയ ബീറ്റൈൻ വീഗൻ മ്യൂസിൻ എസൻസ് ആണ് കേട്ടോ. ഇത് സിറാണ്. ഇതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ നോക്കിയിരുന്നു, വളരെ നല്ല റിവ്യൂ ആണ് കേട്ടോ കണ്ടത്. നല്ല പ്രൊഡക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്കൊരു മോയ്സ്ചർ നിലനിർത്തി തരാനും പിന്നെ റീഗ്രോത്ത് സ്കിന്നൊക്കെ ഒന്ന് റീഗ്രോത്ത് ചെയ്യാനൊക്കെ നല്ലതാണെന്നാണ് കണ്ടത്. ഇത് 50 ml ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ഇതിൽ വന്ന് 15 ml-ന് 199 രൂപയാണ്. ഇത് 100 ml-ന് 799 രൂപ പ്രൈസ് ഉണ്ട്. സിറംസിനൊക്കെ പൊതുവെ പ്രൈസ് കൂടുതലാണല്ലോ. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് കേട്ടോ. ഞാൻ ഇത് യൂസ് ആക്കുന്നുണ്ട്. യൂസ് ആക്കി നോക്കിയിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അപ്പം റിവ്യൂ നോക്കിയപ്പോൾ നല്ല പ്രൊഡക്റ്റാണെന്നാണ് കണ്ടത്. അപ്പം ഒന്ന് യൂസ് ആക്കി നോക്കാമെന്ന് ഓർത്ത് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് വന്ന നൈക്കയുടെ ഒരു കാജലാണ്. ഇതിൻ്റെ റേറ്റ് വന്ന് 299 രൂപയാണ്. നമുക്ക് ഫ്രീ കിട്ടിയാണല്ലോ. നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഫ്രീ കിട്ടുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തരുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഞാൻ ഓർഡർ ചെയ്ത സാധനത്തിൽ അധികം വെയിറ്റിംഗ് ആയിരുന്നു, ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ.
കാരണം അതിൽ നമുക്ക് കാണിക്കും സർപ്രൈസ് ഗിഫ്റ്റ് എന്ന്, പക്ഷെ പ്രൊഡക്റ്റ് എന്താണെന്ന് കാണാൻ പറ്റത്തില്ല. അപ്പം അതെന്താണെന്ന് അറിയാനായിട്ടൊരു ആകാംക്ഷ ഉണ്ടല്ലോ. അപ്പം ഇതൊരു ബ്ലൂ കാജലാണേ, നൈക്കയുടെ തന്നെ ബ്ലൂ കാജലാണ്. റിട്രാക്റ്റബിൾ പെൻസിലാണ് കേട്ടോ. ഇതാ ഇങ്ങനെ കാജലൊക്കെ പോലെയല്ല, കാജലാണ്. ഈ കളറാണ്. ഇതെന്താ പറയാ, ടൊർക്കോയ്സ് ബ്ലൂ അങ്ങനെ പറ്റല്ലേ പറയാ, ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ഒരു ഗ്രീന് അല്ലെങ്കിൽ ബ്ലൂ എന്നൊരു കാജൽ വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഐലൈനർ വാങ്ങണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നൈക്കയുടെ ഭാഗത്തു നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. വളരെ ഹാപ്പിയാണ് കേട്ടോ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നൈക്ക ഹോൾ വീഡിയോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും പ്രൊഡക്റ്റുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വാങ്ങിച്ചോ. ലാക്മിക്കൊക്കെ 50% മറ്റോ ഓഫറുണ്ട്. ഓരോ ദിവസം ഓരോ പ്രൊഡക്റ്റിനും നല്ല രീതിയിൽ ഓഫറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയറും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.